ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഓഡി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാന് സംഭവിക്കുന്ന മാറ്റങ്ങളെ പറ്റിയാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുന്നതിന് പരിഗണിക്കുക. ഇതുപോലെയുള്ള കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ പീറ്ററിന് സംഭവിക്കുന്ന മാറ്റങ്ങളെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം വന്ന ട്രെയിലറിൽ നമുക്ക് ആ മാറ്റങ്ങളുടെ ഒരു ഗ്ലിംസ് കാണാമായിരുന്നു. ഇതിനെ ഒരു ഫേസായി പറയുന്നവരും ഉണ്ട്. അതുപോലെ എനിക്ക് തോന്നിയത് ഇതൊരു മ്യൂട്ടേഷൻ ആണെന്നാണ്. കാരണം 1994 സ്പൈഡർമാൻ അനിമേറ്റഡ് സീരീസിൽ ഒരു എപ്പിസോഡിൽ പീറ്റർ മ്യൂട്ടേറ്റഡ് ആയി മാൻ സ്പൈഡർ, അതായത് മനുഷ്യൻ്റെ വലുപ്പമുള്ള സ്പൈഡറായി മാറുന്നത് കാണിച്ചിട്ടുണ്ട്. ട്രെയിലറിൽ ഹാൻഡ് ഓർഗനൈസേഷനായിട്ടുള്ള ഫൈറ്റ് സീക്വൻസിൽ പീറ്ററിൻ്റെ കണ്ണുകൾ ബ്ലാക്ക് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാം. ഇതൊരു മ്യൂട്ടേഷൻ ആവാനാണ് സാധ്യത. ഇത് സംഭവിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയിൽ സ്പൈഡർമാൻ്റെ പവേഴ്സ് വളരെയധികം അഡ്വാൻസ് ആവുന്നത് പോലെയാണ് കോമിക്സിലും അനിമേറ്റഡ് ഷോസിലും കാണിച്ചിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് ഇതുപോലെ സംഭവിക്കാൻ കാരണം എന്ന് നോക്കാം. സാധാരണ രീതിയിൽ ജനറ്റിക് ഇൻസ്റ്റേബിൾ ആവുന്നത് കൊണ്ടാണ് ഇതുപോലെ സംഭവിക്കുന്നത്. സ്പൈഡർമാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിക്കുന്നത് കൊണ്ടാണ് സ്പൈഡർമാന് പവേഴ്സ് കിട്ടുന്നത്. ഒരു പോയിന്റ് കഴിഞ്ഞ് ഈ പവേഴ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കാതെ വരികയും ഇവൻച്വലി മാൻ സ്പൈഡർ എന്നൊരു സ്റ്റേറ്റിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ മ്യൂട്ടേഷൻ സംഭവിക്കുമോ എന്ന തിയറിയിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ ഇറ്റ്സ് മീ ഓഡി. താങ്ക് യു ഫോർ വാച്ചിങ്.